നമസ്കാരം, VC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. നിലവിൽ 5 ക്വാറികൾ പ്രവർത്തിക്കുന്ന ചേലക്കര പഞ്ചായത്തിൽ 6ാമതൊരു ക്വാറിക്ക് കൂടി ഹൈക്കോടതി പ്രവർത്തനാനുമതി നൽകി. 2ാം വാർഡിലെ ജനവാസ മേഖലയിൽ പുതിയ ക്വാറിക്ക് അനുമതി ലഭിച്ചത് സ്ഫോടനങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ക്വാറി വിരുദ്ധ ജനകീയ സമിതി വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലം തോട്ടിൽ സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി മാലിന്യം തള്ളുന്നത് പ്രദേശവാസികളിൽ വലിയ പകർച്ചവ്യാധി ഭീതിയുണ്ടാക്കുന്നു. വീട്ടിലെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടുന്നത് മഴക്കാലത്തെ വടക്കാഞ്ചേരി പുഴയിലെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതിന് കാരണമാകും. പുഴയുടെ ശുദ്ധി സംരക്ഷിക്കാനും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനും അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത എക്സ്പ്രസിലെ TTE ശ്രീഹരിയുടെ കൈവശമിരുന്ന റിസർവേഷൻ വിവരങ്ങൾ അടങ്ങിയ ടാബ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിലേക്ക് വീണ് നഷ്ടപ്പെട്ടത് ഉദ്യോഗസ്ഥരെയും യാത്രക്കാരെയും ഒരുപോലെ വലച്ചു. റെയിൽവേ സുരക്ഷാ വിഭാഗം തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് വടക്കാഞ്ചേരി CI മുരളീധരന്റെ നിർദ്ദേശപ്രകാരം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വെള്ളിയാഴ്ച രാവിലെയോടെ ടാബ് വീണ്ടെടുത്തു. റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലും സുരക്ഷാ കാര്യങ്ങളിൽ അധികൃതർ കാട്ടുന്ന വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. പാഞ്ഞാൾ തൊഴുപ്പാടത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ തനിച്ച് താമസിക്കുന്ന ലക്ഷ്മിക്കുട്ടിയുടെ 4 ആടുകൾ ചത്തു. ലക്ഷ്മിക്കുട്ടിയുടെ ഏക ഉപജീവന മാർഗമായ ആടുകളെ തൊഴുത്തിനുള്ളിൽ കടിച്ചു കീറിയ നിലയിലാണ് കണ്ടെത്തിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോങ്ങനാത്തിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്.